ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ഒരു വീടിൻ്റെ ഒരു പാലുകാച്ചൽ കർമ്മത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ വീടിൻ്റെ പണികളും മറ്റുമൊക്കെ നമുക്കിത് കാണാം. ഇതിലേക്കാണ് ഈ വീട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ആ വീടിൻ്റെ പുതിയ രീതിയിലുള്ള ഓരോ വീടിനും ഓരോ മോഡല് പണികളാണല്ലോ. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ജോട്ടക്കി ജോൺസൺ, യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഈ വീടിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. അതിനകത്ത് കയറി നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഈ വീടിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നുള്ള നമ്മളൊരു വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു നല്ലൊരു ഭംഗിയായിട്ട് നല്ല അടിപൊളി ആയിട്ട് നല്ലൊരു വീടാണിത്. ഇത് നമ്മൾ ഫ്രണ്ട് വ്യൂ, അതായത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം ഇടത്ത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന വീടിൻ്റെ വലത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന നല്ലൊരു വ്യൂ ആണ് ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ വീടിൻ്റെ ഏകദേശം പുറകിൽ തന്നെ ഒരു കോർണർ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നൊരു കണ്ടീഷനാണിത്. അതുകൂടാണ്ട് നമ്മൾ ഈ വീടിൻ്റെ പുറകുവശത്ത് നോക്കുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, തൊട്ടടുത്ത് നമ്മളിത് കാണുമ്പോഴത്തേക്ക് നല്ല മെയിൻ റോഡുകൾ, ഇങ്ങനെ മറ്റുള്ള സ്ഥാപനങ്ങൾ, ചെറിയ സിറ്റിയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂയിലുള്ളത്. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ ക്രമീകരിച്ച് അനേകം ചെടികൾ, അതൊക്കെയായിട്ടുള്ള അനേകം ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല പൂവുകളൊക്കെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. തുറന്ന് എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെയും നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമുക്ക് പൂന്തോട്ടങ്ങളും പൂവും ചെടികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ എൻ്റെ പണിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ വെറൈറ്റീസായിട്ട് നമ്മൾ കാണുന്ന രീതി കണ്ടിട്ടില്ലാത്ത രീതിയിലുമുള്ള പൂക്കളും ചെടികളും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ചെറിയൊരു പൂന്തോട്ടം. ഇത് പിന്നീട് പൂക്കളും ചെടികളും ഒക്കെ വെച്ച് എല്ലാം റെഡിയാക്കാനുള്ളതാണ്. ഇത് ഇത്രയാണ് വീടിൻ്റെ പരിസരം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഗേറ്റിൻ്റെ വലത് സൈഡിലായിട്ട് നമ്മൾ കയറി വരുമ്പോൾ വലത് സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെയും അതുപോലെ പൂച്ചെടികൾ കൊണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പേരക്കയൊക്കെ പറിച്ച് നല്ല പേരക്കയൊക്കെ മരമൊക്കെ നട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വശം റോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തോപ്രാംകുടി, ഇത് മുരിക്കാശ്ശേരി പോകുന്ന ഒരു റോഡാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെടികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. എപ്പോഴും വീടുകളുടെ ഭംഗിയെന്ന് പറഞ്ഞാൽ പൂച്ചെടികളും പൂവുകളും ഒക്കെയാണല്ലോ. അത് നമ്മൾ വീടിനോട് ചേർന്ന് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഇരു സൈഡിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ വെച്ച് ക്രമീകരിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു പുതിയ വീടിന് അകത്തേക്ക് നമുക്ക് ഒന്ന് കയറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സിറ്റ് ഔട്ട് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ സിറ്റ് ഔട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്. നമുക്കിനി വീടിനകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. വീടിനകത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ നമ്മൾ വരാന്തയിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന വിസിറ്റിംഗ് റൂമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വിസിറ്റിംഗ് റൂം ഈ രൂപത്തിലാണ് നമുക്ക് ക്രമീകരിക്കുന്നത്. നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ സിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ടോപ്പ് വർക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ടോപ്പ് വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള വർക്കുകൾ നല്ല മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ മുകൾ വശമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പല നമ്മൾ ഈശോയുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെയാണെങ്കിലും സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. വെന്റിലേഷൻ ആയിട്ടൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഫസ്റ്റിലേക്ക് കയറി വരുമ്പോഴത്തേക്കുള്ള വിസിറ്റിംഗ് റൂമിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് റൂമിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ബൈബിളുകളൊക്കെ നമ്മൾ തുറന്ന് ഇന്നത്തെ പാഠമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വായിക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ചിത്രങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അത്രയും ഭാഗം നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്.
ഡൈനിങ് ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ചില്ലൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ടേബിളും ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഭക്ഷണങ്ങളും മറ്റുമൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് ചെറിയ ഇതിലുള്ളൊരു ടേബിൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ എടുക്കാനൊക്കെ ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു നൈസ് ഭിത്തിയലമാര ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് വെളിച്ചത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വീടിൻ്റെ മുറ്റം ഭാഗത്തേക്കുള്ള ജനലാണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് വൈദ്യുതിയുടെ ഭാഗങ്ങളാണ്. അതിനുള്ള മെയിനായിട്ടുള്ള സ്വിച്ചുകൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളെല്ലാം അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ ടോപ്പ് പരിശോധിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു ആർട്ട് വർക്കുകളാണ് ലൈറ്റുകൾ കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വെളിച്ചങ്ങൾ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത മുറികളിലേക്കും മുകളിലേക്കും പോകുന്ന നടകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പിന്നോട്ട് കയറാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സെറ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. മുറിയിൽ വെളിച്ചമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാണ്ട് ടി വി വെക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ടി വി കാണാനും മറ്റും ആവശ്യമിരിക്കുന്ന നമുക്ക് ഓഡിയോ സിസ്റ്റമൊക്കെ ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ഫെസിലിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീപ്പോയി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ടീപ്പോയാണ് അടുത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ടേബിളിനടുത്തുള്ള നമുക്ക് വാഷിംഗ് ബേസിൻ്റെ അവിടെ ഒന്ന് നോക്കാം. വാഷിംഗ് ബേസിൻ ക്രമീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള നല്ലൊരു ഷേപ്പുള്ള വാഷിംഗ് ഇതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു കണ്ണാടി കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായ രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പോകണം. അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഡോറ് കാണാം. നല്ല പച്ചക്കളർ നല്ല ഭംഗിയുള്ളൊരു പൂ പൊട്ടിച്ചിരിക്കുന്ന ഡോറ് കാണാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറാം. ഇതിനകത്ത് കയറുന്ന സമയത്ത് തന്നെ ഈ സൈഡിൽ തന്നെയാണ് ഫ്രിഡ്ജ് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കയറുമ്പോഴത്തേക്കല്ലേ ഒരു സൈഡ് മുതൽ നമുക്കൊന്ന് നോക്കാം. ഇതിങ്ങനെയാണ് അടുക്കള ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളല്ലേ. അടുക്കള ഏറ്റവും കൂടുതൽ സാധനം നമുക്ക് വേണ്ടി വരുന്ന അടുക്കളയിലാണ് വെക്കുന്നത്. ഭക്ഷണ ക്രമീകരണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഭാഗമാണ് അടുക്കള. അത് നല്ല നീറ്റായിട്ട് നല്ല രീതിയിലാണ് വളരെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുപ്പുകളൊക്കെ ഈ രൂപത്തിലാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള പുക പോകാനും ആവി പോകാനും ഒക്കെ ആയിട്ടുള്ള ഗ്രില്ലുകൾ ഇത് എക്സ്പോസ്റ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുക്കളയുടെ ഇപ്പോഴുള്ള പുതിയ അടുക്കളയുടെ ഏറ്റവും അടുത്തൊരു ഭാഗമാണത്. നമുക്ക് പാല് കാച്ചുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. പർപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ടാപ്പ് മെയിനായിട്ട് അടുക്കളയിൽ വേണ്ട സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു ഭാഗമാണ്. അതിനകത്ത് നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് പാത്രം കഴുകി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ട്രൈക്കകത്ത് തന്നെ ചെറിയൊരു ട്രൈ കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം പവർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കർ മിക്സിങ്ങിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലഗുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മളിത് കയറുന്നത്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇടത്ത് സൈഡിൽ ഇല്ലേ, ഇത് നമുക്കിത് ഒരു മോട്ടറിൻ്റെ സ്വിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുക്കള പെട്ടെന്ന് വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ തന്നെ അത് അറിയുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ക്രമീകരിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ സ്വിച്ച് തന്നെ അടുക്കളയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. നമ്മളൊരു സെക്കൻഡ് പാർട്ട് ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് പാത്രങ്ങൾ കഴുകാനും മറ്റുമൊക്കെ ആയിട്ട് ഭാഗങ്ങൾ എടുത്ത് വെക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ അടുക്കളയുടെ സെക്കൻഡ് പോർഷനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ശകലം വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയും പച്ചവെള്ളവും ചൂടുവെള്ളവും കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനടുത്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഡ്രോയിങ് കാര്യങ്ങളും കള്ളികളും ഒക്കെ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ജനലാണല്ലോ. ഇതൊരു ജനലുണ്ട്, ഈ കാണുന്ന ഒരു ജനലുണ്ട്. രണ്ട് ജനലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു വാതിൽ ഇവിടെ ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട ഒരു പ്രത്യേക ഒരു ഭാഗമാണ് ഇത് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അടുക്കളയിൽ നമുക്ക് അടുക്കളയിലേക്ക് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇടാതെ നമുക്ക് പാറ്റായും ഈച്ചയും ഇതൊന്നും കയറാണ്ട് തന്നെ സേഫ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർ റൂമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും എല്ലാം നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ നല്ല ഇഷ്ടം പോലെ സ്ഥല സൗകര്യത്തോടു കൂടി വെച്ചിരിക്കുന്ന ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ കാണാനായിട്ട് പറ്റും. ഇത് അടുക്കളയെ സംബന്ധിച്ചൊരു പ്രധാന അത്യാവശ്യ ഘടകമാണ്. ഈ സ്റ്റോർ റൂം എന്ന് പറഞ്ഞ് ഒരു അത്യാവശ്യ ഘടകമാണ്. ഓക്കെ, നമുക്ക് അടുക്കളയിൽ നിന്ന് നമുക്കിനി അടുത്ത റൂമിലേക്ക് നമുക്ക് പോകാം. നമ്മളിത് വലത്തുവശത്തുള്ളൊരു റൂം കാണുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കയറി നോക്കാം. റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം.
ഇത് ഓഫീസ് റൂമും ഒക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓഫീസ് റൂമും ബെഡ്റൂമും ഒക്കെ ആയിട്ടെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണത്. ഇതിനകത്ത് ഉള്ള അലമാരകൾ, നല്ല കിടക്കുകൾ ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള ഓഫീസ് വർക്കിന് വേണ്ടിയുള്ള ഓഫീസ് ചെയറൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുള്ള മേശകളും അതിനുള്ളതൊക്കെ എല്ലാം ക്രമീകരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു അലമാരിയെ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് വീടിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് റൂമാണ്. ആ ഡ്രസ്സിങ് റൂമാണ് നമ്മൾ റൂമാണ് നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ണാടിയും അനുബന്ധ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു പ്രധാന ഭാഗമാണ്. ഒരു വീടും മുറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വേണ്ടൊരു ഭാഗമാണ് ഈ കാണുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് ഇതോടനുബന്ധിച്ചുള്ള ബാത്റൂമുകൾ നോക്കാം. ബാത്റൂമിൻ്റെ പണികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ബാത്റൂമിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. നല്ല ഭംഗിയായ രീതിയിൽ ഡിസൈനിങ് കണ്ണാടിയും എൻ്റെ വാഷ് ബേസിനും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുളിക്കുന്ന സമയത്തിന് വേണ്ടി സെപ്പറേറ്റ് ഗ്ലാസ്സുകൾ കൊണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഇടത്തുവശത്തേക്ക് നീക്കിക്കഴിഞ്ഞാൽ ശരിക്കും അടയും, വെള്ളം ഇപ്പുറത്തേക്ക് വീഴത്തില്ല. അപ്പോൾ നല്ലൊരു വാഷിംഗ് റൂമും കൂടെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും ചൂടുവെള്ളവും പച്ചവെള്ളവും അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം വരത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുറച്ച് ഫാന് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാത്റൂമും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തുണി തേക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് എല്ലാവർക്കും വന്ന് സമയാനുസരണം തുണി തേക്കാനായിട്ടാണ് ഇവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ നടയുടെ അടിവശത്ത് തന്നെ ഡ്രോകൾ ക്രമീകരിച്ചിട്ടുണ്ട് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട്. നമ്മളിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് ബെഡ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല അലമാരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ലൊരു മുഴുത്തൊരു മുറിയാണ്. അല്ല, വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ജനലുകൾ, ഇതിനകത്ത് 2-3 പാർട്ടായിട്ടുള്ള ജനലുകളുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ ചെറിയൊരു അലമാരയും നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം മേക്കപ്പുകളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ടീപ്പോയി മോഡൽ അത്യാവശ്യം ടി വി വെച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു ടി വി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളൊരു മേശയും കസേരയൊക്കെ നമുക്കിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കയറുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡാണ്, ഇത് സെപ്പറേറ്റാണ്. ഇത് നമുക്ക് നോക്കാം, നല്ല ഡിസൈനിലേക്ക് കൊടുത്തിരിക്കുന്നതാണത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്തും ഇതൊന്നും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്ന രീതിയിൽ ഇതും ആദ്യം കാണിച്ചില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായ രീതിയിലൊരു പുതിയ മോഡലാണ്. നമുക്ക് കുളിക്കുന്നതൊക്കെ സമയത്ത് കാലൊക്കെ വരച്ച് കഴുകാനൊക്കെ ആയിട്ടുള്ള സ്പെസിഫൈ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതാണ് ഇവിടെ നല്ലൊരു ബാത്റൂമിൻ്റെ സംവിധാനം. ഇങ്ങനെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. നമ്മൾ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല നടകൾ ലൈറ്റുകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. വലിയൊരു മോള് വശമാണ് നമ്മൾ ഇനി കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മളത് കാണുന്നത്. ഇങ്ങനെയാണ് താഴ്വശം കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്പൺ ഗാലറി, നമ്മളെപ്പോഴും ഈ സൈറ്റുകൾ അല്ല അതുപോലെയുള്ള ഭൂപ്രദേശങ്ങൾ ആസ്വദിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന, ഏറ്റവും അത്യാവശ്യം വീടുകൾക്ക് വേണ്ട ഒരു ഓപ്പൺ ഗാലറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡും പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കാറ്റുമൊക്കെ കൊണ്ട് പ്രദേശങ്ങളൊക്കെ കണ്ട് അതിമനോഹരമായ രീതിയിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ചെടികളൊക്കെ നമുക്ക് ക്രമീകരിച്ചു. ഇതിന് മുകളിലാണ് നമുക്ക് അത്യാവശ്യം ചെടികൾ. ഈ ചെടികളും പച്ചപ്പുകളും എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധവായുവൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ വീടിന് ചുറ്റും ഇതുപോലുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം കാണുന്ന വീടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ രീതിയിലുള്ള ഡിസൈനിങ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഗ്ലാസ് ഇട്ട് നമുക്ക് ഗ്ലാസ്സിൻ്റെ അടിവശം ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നനയാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള വ്യൂ ആണ് നമ്മളിനി നോക്കുന്നത്.
അപ്പോൾ ഇതിന് മുകളിലും നമ്മൾ അത്യാവശ്യം ശകലം കളർ കൊടുത്തിട്ടുള്ള ഗ്ലാസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇത് ആടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ആടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആടത്തക്ക രീതിയിലുള്ള നല്ലൊരു ചെയറാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അടിപൊളി ചെയറാണ് അല്ലേ, നല്ലൊരു ചെയറാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഓപ്പൺ ഗ്ലാറിലേക്കാണ് നമ്മൾ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ സംവിധാനം. ഇവിടെ നമുക്ക് അത്യാവശ്യം എക്സർസൈസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകിൽ അത്യാവശ്യം ചെറിയൊരു കോൺഫറൻസ് കൂടത്തക്ക രീതിയിലുള്ള ഒരു മുറിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലേക്കും ഇങ്ങനെ ഗോണികളൊക്കെ കാണാം. നമുക്ക് ഇന്ന് കയറിപ്പോകാം, അവസാനം അങ്ങോട്ടേക്ക് നമുക്ക് കയറിപ്പോകാം. അവിടെയും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എങ്ങനെയാണല്ലോ ഉണ്ടല്ലോ ഒരു ഹാള് തന്നെ അല്ല, അത്യാവശ്യം ഒരു മീറ്റിങ്ങുകളൊക്കെ കൂടാനായിട്ട് ഉള്ള ഹാളുകൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ പുറകിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു സംവിധാനം ഒരു വീടിനെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ ഒരു മുഴുപ്പിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകിൽ നോക്കുമ്പോഴത്തേക്ക് പറയാം. ഇത്രയാണ് ഇതിൻ്റെ സംവിധാനം കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. വീടിനെ പുറകുവശം സംബന്ധിച്ച് ഇത്രയും ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ പ്ലംബിങ്ങിൻ്റെ ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാണല്ലോ ഈ രീതിക്കുള്ളൊരു പ്ലംബിങ്ങാണ് ഇവിടെ. മോട്ടറും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്, നല്ല ഫിൽറ്ററും ഒക്കെ വെച്ച് എയറും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്ലംബിങ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ പഠിക്കണം കേട്ടോ, എങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടോ വാട്ടർ പൈപ്പുകൾ തന്നെ ഈ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ വീടിൻ്റെ പ്രധാനം എന്ന് വെച്ചാൽ പ്ലംബിങ്ങും വയറിങ്ങുമാണ് ഏറ്റവും പ്രധാനം. അതാണ് മെയിനായിട്ട്. ഒരു കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറ്റാണ്ടിരിക്കത്തക്ക രീതിയിൽ ഒരു 50 വർഷത്തേക്കെങ്കിലും കൂട്ടി നല്ല രീതിയിൽ ചെയ്ത് വേണം നമ്മൾ വീടുകളിൽ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ മെയിനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആളുകൾ ആദ്യം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ തുടർന്ന് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അടുത്ത നമുക്ക് ഇതിന് മുകളിലുള്ള റൂമുകളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ 2ാമത്തെ നിലയിൽ വന്നിട്ട് നമ്മളിനി അടുത്ത മുകളിലുള്ള റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. ആ റൂമിൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതാണ് ഈ റൂമുകൾ, അല്ലെങ്കിൽ ശരി ഇന്ന് എയർ ഹോളുകൾ, അതേപോലെ ജനലുകൾ. അല്ലേ, മുറിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ടതും നമുക്ക് ജനലാണ്. ജനൽ നല്ല പ്രകാശവും നല്ല ശുദ്ധവായുവും ലഭിക്കത്തക്ക രീതിയിലാണ് ഇത് കൊടുത്തത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും ഭംഗിയായ രീതിയിലാണ് ഇവിടെ കാണുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട് റൂം. ആ മുറിയുടെ തന്നെ ബാത്റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാത്റൂം ഫെസിലിറ്റി എല്ലാം തന്നെ ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ളതാണ്. ആദ്യം കാണിച്ച പോലെ തന്നെയൊക്കെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് ഗ്ലാസ് ഇട്ട് തിരിക്കാവുന്ന രീതിയിൽ കുളിക്കുന്ന സമയത്ത് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെയും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത മുറിയുണ്ട്. അടുത്ത മുറിയിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്ത മുറിയിലേക്ക് നമ്മൾ ഈ ഹാളിക്കൂടെ തന്നെയാണ് നമ്മൾ അടുത്ത മുറിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുറി കയറുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വശം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ടോപ്പ് ഏറ്റവും അലങ്കാരിതമായ രീതിയിലാണ്, നല്ല രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനുകൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള നമുക്കൊരു ദിവാങ്കോട്ടുണ്ട്. ദിവാങ്കോട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതേ ചൂടുള്ള സമയത്ത് ഉപയോഗിക്കേണ്ട കൂളറുണ്ട്. അതുപോലെ അത്യാവശ്യം ടി വി എല്ലാം ഇവിടെ മുകളിൽ വെക്കണമെങ്കിൽ പിന്നീട് വെക്കാനായിട്ടുള്ള ഇതുണ്ട്. നല്ല രീതിയിൽ ഇവിടെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ നമുക്ക് സെറ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളും ക്രമീകരിച്ചു. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നമുക്ക് നടയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിപ്പോൾ മുറിയിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ മുറിയിൽ നിന്ന് കയറുന്ന സമയത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മുറിയിലോട്ട് കയറുന്നത്. ഈ മുറി വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള മുറികൾ പോലെ തന്നെയൊക്കെയാണ് നമ്മൾ 4ാമത്തെ മുറികൾ നമ്മൾ കാണുന്നത്. ഇവിടെയാണല്ലോ അത്യാവശ്യം കുഞ്ഞു ടീപ്പോയികളുണ്ട്. അത്യാവശ്യം അല്ലേ, ഒരു മുറിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു പ്രത്യേകതയാണ് അത്യാവശ്യം ഇരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ കുറിപ്പുകളൊക്കെ എഴുതാനും ഒക്കെ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാ മുറിയുടെയും ഒരു പ്രത്യേകത. നമുക്കിനി ബാത്റൂം ഫെസിലിറ്റിയും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബാത്റൂം എല്ലാം തന്നെ എല്ലാം ബാത്റൂം വെച്ചാണ് എല്ലാം തന്നെ ഏകദേശ രീതിയിൽ തന്നെയാണ്, ആദ്യം പറഞ്ഞ പോലെയുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും ബാത്റൂമുകൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഈ ഗോണി കയറിപ്പോയില്ലല്ലോ. അപ്പോൾ ഈ ഗോണി ഒന്ന് കയറിപ്പോയി നോക്കാം. അടുത്ത സംവിധാനം എന്താണെന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഗോണികൾ നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ അത്യാവശ്യം സാധനങ്ങളല്ലേ, നമ്മൾ വീടുകളെ സംബന്ധിച്ച്
എപ്പോഴും വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടോ. ഇത് നമുക്ക് താഴെ നമ്മുടെ ഹാളിലേക്ക് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ഒരു വിൻഡോയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ടോപ്പ് വർക്കിൽ നിന്ന് തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് വെളിച്ചം താഴെ അടിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ വെളിച്ചം ഇവിടെ അടിച്ചിട്ട് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഹാളിൽ അടിപൊളിയായിട്ട് വട്ടം കിട്ടും. ഇവിടെയും നമ്മൾ ഗ്ലാസ് വെച്ച് അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല ചൂടാട്ടോ, രാത്രിക്കൊക്കെ കയറാൻ പറ്റുള്ളൂ, അതുപോലെ ചൂടാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ എപ്പോഴും വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇറങ്ങി അങ്ങ് പോവാം. ഒരു മുറിയും കൂടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ നമുക്ക് ഇറങ്ങി താഴത്തേക്ക് പോവാം. താഴെ ഒരു മുറിയാണ് നമുക്ക് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് താഴെ ഉള്ളൊരു മുറിയിൽ നമ്മൾ കയറിയില്ലായിരുന്നു. അപ്പോൾ ആ മുറിയിലൂടെ നമുക്കൊന്ന് കയറി നോക്കാം. ഈ മുറിയിലും ഇങ്ങനെയാണ് ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇത് ഹാളിനോട് ചേർന്നുള്ളൊരു മുറിയാണ്. അത്യാവശ്യം വിശ്രമിക്കാനും ഹാളിലേക്ക് ഇരുന്നിരുന്ന് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന് അത്യാവശ്യം കിടക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ടേബിൾ, ചെയർ, അതുപോലെയുള്ള അലമാരകൾ ക്രമിച്ചിട്ടുണ്ട്. അതുകൂടെ തന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡ്രസ്സിങ് അലമാരകൾ ക്രമിച്ചിട്ടുണ്ട്. ബാത്റൂം കാണിക്കുന്നില്ല. ഇതും മുകളിലത്തെ പോലെ തന്നെയാണ് ഇവിടെയും ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 6-7 മുറിയുള്ള ഒരു നല്ലൊരു അടിപൊളി വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ വീട് കയറി താമസം, ബെഞ്ചിരിപ്പ് കർമ്മം എന്നാണ് നടക്കാൻ പോകുന്നത്. ഏതാനും സമയങ്ങൾക്കുള്ളിൽ ബെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ബന്ധുക്കരുമായിട്ടുള്ള ആളുകളും പരിചയക്കാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ അടുത്ത പ്രോഗ്രാം ഉടനെ തുടങ്ങുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അധികം താമസിക്കാണ്ട് തന്നെ അടുത്ത പ്രോഗ്രാമുകൾ നടക്കാം. അപ്പം പള്ളിയിൽ നിന്ന് അച്ഛനുമൊക്കെ വന്ന് ഇനി ആൾക്കാർ വരാണ്ട് വന്നതിന് ശേഷം നമുക്കിവിടെ വീടിൻ്റെ ഇനാഗുറേഷൻ നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാം. ഓക്കെ. ഇവരൊക്കെ നിങ്ങളുടെ സ്വന്തമാണോ? അതിൻ്റെ നമുക്ക് തുടങ്ങാറായില്ലേ? കറക്റ്റ് ടൈമില്ലേ? നിങ്ങളെല്ലാം കൂടെ കൊടുക്കും. ഞാൻ തരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് മക്കളാക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയുടെ മഹത്വത്തിലും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീതമായ സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ എന്നരുളി ചെയ്ത മിശിഹായെ
അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ യാത്രകൾ സ്വീകരിച്ച് അവരെ അത് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിന് പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗ്ഗദീപവുമായിരിക്കട്ടെ. ശ്രദ്ധിക്കാനുള്ളതാണല്ലോ അല്ലേ? ശ്രദ്ധിക്കാനുള്ളതാണോ? എത്തുമോ? പിള്ളേർ കൊടുക്കുന്നത് കൂടാ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പ്രദേശാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ ഇടയിലാകുന്നു, എനിക്ക് തന്നെ കുറവുണ്ടാകുകയില്ല. പച്ചപിരിച്ച ഇടകളിൽ അവിടെ നിന്നെ നയിക്കും. ശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. കർത്താവിന്റെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെ ഞങ്ങളുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമെന്ന് കൂടിയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാകുകയില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ കരുണയാകണമേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുമെന്നവരോട് ചെയ്ത മിശിഹായെ, അങ്ങേ വചനം ശ്രമിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വചനത്താൽ സർവ്വവും സൃഷ്ടിക്കുകയും വചനം തന്നെയായ അങ്ങയുടെ പ്രിയപുത്രനെ രക്ഷകനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ഞങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. തിരുവചനം അനുദിനം വായിച്ച് പഠിക്കുവാനും അങ്ങയെ കൂടുതൽ അറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ അങ്ങയുടെ തിരുവചനത്തിന് സജീവ സാക്ഷികളായി ജീവിച്ച അനന്തരം അങ്ങയെ നേരിൽ ദർശിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. എൻ്റെ സഹോദരരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു,
ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം, ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതിരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടപ്പിലാകും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ സംഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടും. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ, ഞങ്ങളിൽ നിൻ സുവിശേഷം പൂവിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂവിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന്, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനോ വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. ആകാശത്തെ പക്ഷികളെ നോക്കിയിട്ട് അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠമൂലം ആയുസ്സിനെ ധരിക്ക് ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലിലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂല് നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്നെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് അധികമായി അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജയതാരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ള ജോലി, ദേശമ്മ, കിരൺ, ഇക്ഷിത, ക്രിസ്റ്റി, ലൂസിയേട്ട, അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നമ്മളിന്ന് വളരെ സന്തോഷത്തിൻ്റെതായിട്ടൊരു ദിവസമാണ് ഇവിടെ ഒന്ന് ചേർന്നിരിക്കുന്നത്. എനിക്കും ഒത്തിരി സന്തോഷമാണ്. കുറേ കാലമായിട്ട് ഈ വീടിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജോലി കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാനായിരുന്നു കാണുന്നത്. രാത്രിയും പകലും ഇവിടെ എന്താണ് സംഭവിക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു നോട്ടത്തിൻ്റെ ഭാവവും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള സന്തോഷം പോലെ മനോഹരമായ ഒരു വീട് നമ്മുടെ പള്ളിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇവിടെ സ്ഥാപിതമായത് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമാണ്. നല്ലൊരു ഭവനം പണിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരവും അത് നല്ല മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടതായിട്ട് ദൈവത്തിനും അതുപോലെ തന്നെ ഇത് പണിതവർക്കും കോൺട്രാക്ടർക്കും ഇവിടെ ജോലി ചെയ്ത എല്ലാ ജോലിക്കാർക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അത് അധ്വാനിക്കുകയും പഠനം സമാഹരിക്കുകയും ചെയ്ത ഈ ഭവനത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒക്കെ നന്ദിയോടുകൂടി ഓർക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായ വിധത്തിൽ അഭിനന്ദിക്കുന്നു. ഇനി ഈ വീട് ഇവിടെ ഇരിക്കുന്ന കാരണം പള്ളിയിൽ പോകാനായിട്ട് സമയമില്ല, ദൂരം കൂടുതലാണ്, മഴയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര അടുത്ത് പള്ളിയോടിരിക്കുന്ന ഒരു ഭവനം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവകയിൽ, അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ജോയിയും ലൈസമ്മയൊക്കെയാണ് ഏറ്റവും അടുത്തുള്ളത്. കോഴ്സ് നമ്മുടെ ആൻ്റണിയൊക്കെ ഉണ്ട്.
ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ ഭവനം പണിത് അതിൻ്റെ ആശീർവാദ കർമ്മം നമ്മളിവിടെ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അടയാളത്തെ പറ്റി നമ്മൾ സുവിശേഷത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു. രക്തം തളിക്കപ്പെട്ട വാതിൽപ്പടികൾ കണ്ട് രക്ഷപ്പെട്ട ഇസ്രായേൽ ജനം, അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ദൈവദൂതൻ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളെ പറ്റിയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടാകേണ്ട അടയാളം ഒരുപക്ഷെ പഴയ നിയമത്തിലെ രക്തമല്ല, പുതിയ നിയമത്തിലെ സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സമാധാനവും സ്നേഹവും ഐക്യവും ഒക്കെ ഒന്നുചേർന്ന ഒരു ഭവനമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ അടയാളമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ഭവനങ്ങളുടെ അടയാളമായിട്ട് അതെല്ലാം ഈ ഭവനത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്നും ഇവരുടെ എല്ലാം അധ്വാനങ്ങളും സ്നേഹത്തിൽ ഒന്നിച്ചു കൂടുന്ന അവസരങ്ങളും ഇവിടെ ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേരുകയും സന്തോഷപ്രദമായി സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ അയൽക്കാരും ഇവിടെ വരുവാനായിട്ടും അവരുടെ ആതിഥ്യം അനുഭവിക്കുവാനായിട്ടൊക്കെ സാധിക്കട്ടെ എന്നും നല്ല അയൽക്കാരായിട്ട് ജീവിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ ഈ ഭവനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുകയാണ്. ഭവനത്തിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അനുമോദിക്കുകയും ഈ ഭവനത്തിലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതുമായിട്ടുള്ള അനുഭവം ഇവർക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും പേരിൽ, ഇടവകയുടെ പേരിൽ, അതുപോലെ തന്നെ ഞങ്ങൾ രാജമണി ഇടവകയിലേക്ക് ഇവർ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടവാംഗമാണ്. ഇന്ന് തൊട്ട് കൊടുക്കേണ്ട പിരിവെല്ലാം വളരെ കൊടുത്തുകൊണ്ട് സഹകരിക്കുക കേട്ടോ. നമ്മുടെ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തമാശമായിട്ട് പറഞ്ഞത് പള്ളിയിൽ വരിക എന്നുള്ളത് പറഞ്ഞത് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമുക്ക് സന്തോഷമായിട്ട് ഈ ഒരു വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ തിരുക്കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പിതാവായ ദൈവമേ, ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകങ്ങളും കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ കാത്തിട്ട് സംരക്ഷിക്കണമേ. ഈ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ഈ ഭവനത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുകയും വിശുദ്ധരായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും ഈ ഭവനത്തിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമായിരിക്കട്ടെ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ.
കരുണാനിധിയാം കർത്താവേ ദിവ്യാനുഗ്രഹമേകണമേ. കുടുംബപ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം നമ്മൾ തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയസ്യ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളെ നടത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിൻ്റെ വിമല ഹൃദയമേ, വിശുദ്ധ യോസേപ്പേ, വിശുദ്ധ മർഗരീത മറിയമേ, വിശുദ്ധ തോമസ് ലീഹായേ, വിശുദ്ധ അൽഫോൻസാമേ, കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. മുട്ടുപാടുള്ളവരെ സഹായിക്കുവാനുള്ള സന്മനസ് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങളും അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വീടിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ്. നമ്മുടെ വീടിന്റെ പ്രധാന ശില്പിയും എഞ്ചിനീയറും ആർക്കിടെക്ട് അത് ബിൽഡറുമായ എഞ്ചിനീയർ അനീഷ് ഈ വീടിന്റെ താക്കോല് വീട്ടുടമസ്ഥനായ സെബാസ്റ്റ്യൻ തോമസ് അനീഷ് പുന്നക്കിഴി കൈമാറുന്നതാണ്. ദൈവാനുഗ്രഹത്താല്
ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിർമ്മിതമായ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു നല്ലൊരു ഭവനമാണ്. ആ ഭവനത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഞങ്ങൾ ഈ രീതിയിൽ ഉത്തരവാക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. എല്ലാവരുടെയും പേര്, കുടുംബാംഗങ്ങളുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരും ബന്ധുക്കളുടെ പേരും. അതോടൊപ്പം തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുകയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ A to Z കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 28-ാം തീയതി തറക്കല്ലിട്ടതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ. അതിനകത്ത് ഏറ്റവും മഹനീയമായൊരു സാന്നിധ്യവും പ്രവർത്തനവും നടത്തിയത് അനീഷാണ്, എഞ്ചിനീയർ അനീഷാണ്. അനീഷും അനീഷിൻ്റെ ടീമും. അനീഷിനെ ഞാൻ പൊന്നാട ഏൽപ്പിച്ച് ഒന്ന് ആദരിക്കാൻ എഞ്ചിനീയർ അനീഷ് പുന്നക്കുഴിയെ സെബാസ്റ്റ്യൻ പൊന്നാട അറിയിച്ചു. ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം. അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ശില്പി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ ജീവനക്കാരെ തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച ഷിൽസ് രാജനെ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കുകയാണ് എന്ന് ആദരിക്കാൻ ഉദ്ദേശിക്കുക. അടുത്തതായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കിൻ്റെ മേധാവി നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കൃത്യസമയത്തിനുള്ളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പണിയെടുക്കുന്ന മനോജ് കരികുന്നം ലേബർ വർക്ക് അദ്ദേഹത്തെ എനിക്ക് ക്ഷണിക്കുന്നു. ഒരു രാജേഷ് ഉണ്ട് അവിടെ. രാജേഷ്, നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ് പണികൾ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്തു നിർത്തുന്ന ശില്പി മേധാവിയാണ് രാജേഷ്. രാജേഷിനെ ഞാൻ ഈ സമയത്ത് പൊന്നാട അപ്പോൾ മറ്റൊന്നുമില്ല. ഇതിന് ശേഷം നമ്മൾ എൻ്റെ മരുമകൻ പ്രവീണിൻ്റെ 40ാമത് ബർത്ത്ഡേ ആഘോഷമാണ് ഇന്ന് തന്നെ 40ാമത് ബർത്ത്ഡേ. അതായത് എൻ്റെ അളിയൻ്റെ മോൻ സിംഗപ്പൂരിലുള്ള ആളാണ്. ഇന്നലെ രാത്രി എന്താ പറയാറുണ്ട് പുള്ളിക്ക് കേക്ക് വിളിച്ച് ചേട്ടായി വിളിച്ച് അപ്പൊ നിന്റെ പറഞ്ഞ എൻ്റെ ഇതാണ് അച്ചോ വരുമാൻ കണ്ടത് ഞാൻ പള്ളി വെച്ച് ഹാളിലേക്ക് പോയപ്പോൾ അതെ എന്നെ വെച്ചൊന്നുമില്ല 19 വയസ്സ് 40 വയസ്സ് എന്നിട്ട് ഒരു കേക്ക് കൊടുപ്പിക്കുന്നത് അങ്ങനെ പിടിച്ചിരുന്നാൽ മതി, ചാടി പോവുകയാണ്. ഞാൻ വിളിക്കുന്നു. അപ്പൊ എല്ലാരും അടുത്ത നിൽക്കുക. അപ്പനും എന്റെ പെങ്ങള് കുറവണിങ്ങാട് കുറവങ്ങാട്
പാട്ടില്ലേ? Happy birthday to you. Happy birthday to you, dear Sri. Happy birthday to you. ചുമ്മാ നിൽക്കുമ്പോൾ ആർക്കും അത് കൊടുക്കില്ല. എടുക്കണ്ട മധുര മാമനും മാമയ്ക്ക് രസമണി പോയോ? മാമ രസമണി വാ. ഓ ഞാൻ ഇനി നമുക്ക് 12 മണി മുതൽ 3 മണി വരെ നമുക്ക് ഭക്ഷണമുണ്ട്. ഓഡിറ്റോറിയം മാർഷ് ഹാളിൽ വെച്ച് എല്ലാവരും അത് പങ്കെടുത്ത് വെച്ചാൽ പോകാം. നിനക്ക് വേണോ? വരുമ്പോഴത്തേനും അവിടെ ഓഫ് ചെയ്തേക്കാം. അതെ ഓഫ് ചെയ്യണ്ട, ചൂടൊന്നും ഇല്ല. അതിന് മറ്റന്മാർ ആരും വരാതിരുന്നു.
ആള് ചെരുപ്പിടാതെ അതുമ്മ നടക്കുന്നത്. ഇവിടെ വന്നാലോ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ആൾക്കാരായത് ഇതിട്ട് കണ്ടിട്ടില്ല. അത് വരാൻ പറ്റിയില്ല എനിക്ക്. വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങൾ താമസിച്ച് വരുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. എല്ലാം പിടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ 10 മണിയായപ്പോൾ എത്തിയായിരുന്നു. നമസ്കാരം. അല്ല വഞ്ചിരിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ.
അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞു. നീ പോണ്ട. അത് കുഴപ്പമില്ല. നീ വരുമ്പോ ഞങ്ങൾ വീണ്ടും മൂന്നാർക്ക് വരും. ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ പോകണം കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് പോകാന്നേ. അപ്പൊ ഞങ്ങളുടെ ഒരു സ്നേഹം കൂട്ടായ്മയുടെ ഒരു സ്നേഹം ഇതിനായിരുന്നു നമുക്ക് മുകളിൽ പോയിട്ട് ആ മുകളിൽ നാല് എല്ലാ ഇടയുണ്ട്. വാ എല്ലാവരും വാ മുകളിലേക്ക് വാ. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് കോൺഫറൻസ് കൂടെ വെച്ചാൽ സെബാസ്റ്റ്യൻ ഞാൻ എത്ര തവണ മെനക്കെടാന്ന് അത് കാണാമല്ലോ. അതാണ് ഡ്യൂട്ടി. ഓരോരുത്തരും ചോദിച്ചാൽ മതി എത്ര പ്രാവശ്യം ഒറ്റ കാര്യം കൂടെ. 25 പേരുണ്ടായിരുന്നു നമ്മള്. ഇനി ഒരു പ്രത്യേക ക്ഷണമോ മെസ്സേജോ ഒന്നുമില്ല. അടുത്ത 7-ാം തീയതി ഇവിടെ വെച്ചതിന് നമ്മുടെ പറയരുത്. അടുത്ത 7-ാം തീയതി ഇവിടെ വെച്ച് ഇവിടെ അല്ല പുറത്തെ ഇവിടെ വെച്ച് നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് 4 മണിക്ക്. ഇനി പ്രത്യേകിച്ച് മെസ്സേജ് ഇടണോ? വേണ്ട നേരത്തെ
ഞാൻ ചേട്ടായിയോട് It's not nice. അപ്പോൾ നമ്മൾ കോൺഫറൻസുകൾ വേണ്ടല്ലോ. പോലീസുകാരാണ്. ഞാനും സംഭാഷണം ഒറ്റ ട്രെയിനിങ് കളിയാറ കൊള്ളിയുടെ നമസ്കാരം. കാണണോ? അതെ ഇത് അസോസിയേഷൻ്റെ ഗുരുവായൂർ സാറ് അടിമാലിയാണ്. സംസ്ഥാന സെക്രട്ടറി. നമ്മുടെ അല്ലിമാലിയിൽ നിന്നും തൊടുപുഴയിൽ നിന്നുള്ള സാറന്മാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം സാർ.
അപ്പോൾ നമ്മുടെ വീട് കയറി താമസത്തിൻ്റെ ഫങ്ഷൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു പാരിഷ് ഹാളിലാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറാം. നമ്മൾ വീട്ടിൽ നിന്ന് ഫങ്ഷൻ്റെയൊക്കെ ഫോട്ടോ എടുക്കെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് ഉള്ള സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കാം. അല്ല അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ഈ പറമ്പിനോട് പറമ്പിലേക്ക് വരെ വഴിയൊന്നും മുട്ടിയിട്ടുണ്ട്. കുറച്ചിനെ ഡീപ്പായതുകൊണ്ട് അറിയിച്ചില്ല. അല്ല, ഇതിന് വീശപ്പോന്നല്ല പറയുന്നത്.
എല്ലാം മെച്ചപ്പെടും പിടിക്കണം. ആരും ഒഴിവാകും. പണ്ട് പോയി കൊടുക്കുന്നത് ഫ്രീയാ. ഇൻസ്റ്റായിൽ കാണും, യൂട്യൂബിൽ കാണും, ഫേസ്ബുക്കിൽ കാണും. ഈ 3 സ്ഥലത്തും കാണും കേട്ടോ. ആ, ഒന്നും കുറയ്ക്കുന്നില്ല. അത് ഇത് തന്നെ ജോട്ടോക്യാമൺസ് എന്നും പറഞ്ഞാൽ ഫേസ്ബുക്കിലും വരുന്നത്. ഓക്കെ, അതൊന്നും കിട്ടുന്നില്ല. നമുക്കൊരു സന്തോഷം ഇത് കാണുമ്പോൾ. ആ, കഴിഞ്ഞു. ഓക്കെ 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 ആ. ഹലോ, യെസ് യെസ്. ആ സാറേ, ആ ഞാനിത് ഇതിനകത്ത് എടുത്തിട്ട് ഞാൻ സബാച്ചൻ സാറിൻ്റെ വാട്സപ്പിലോട്ട് ഞാൻ അയച്ചു കൊടുത്തോളാം.
ഞാൻ കഴിച്ചാ ഇതിൻ്റെ പുറകെ കാണുന്ന ജോട്ടേക്ക് ജോൺസൺ. അത് തന്നെ, ഓ, അതാണ്. ടാറ്റ. ആ ശരി, ഓക്കെ ഓക്കെ, ടാറ്റ. ഓക്കെ. ഞാൻ കണ്ടത് നമ്മൾ വീട്ടിലല്ലേ ബാക്കി നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സൗകര്യം ഉള്ളപ്പോൾ ആണേ. ഓക്കെ ഓക്കെ, ആയിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ. സാറേ, ഈ ഒരു വീട് എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് ഇരിക്കുന്നത്? 20 സെൻറ്റ് സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും ഇത്? ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 3800 സ്ക്വയർ ഫീറ്റാണ് വീടിരിക്കുന്നത് 20 സെൻറ്റ് സ്ഥലത്തിൽ. ഉദ്ദേശം എത്ര നാളും കൊണ്ട് ഇത് പണിതത്? ഇത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം എടുത്തു പണിയാനായിട്ട്. കഴിഞ്ഞ വർഷം 23 ആഗസ്റ്റ് മാസം 28-ാം തീയതി തറക്കല്ലിട്ടു. പിറ്റേ ദിവസം തൊട്ടുള്ള പണി ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി കയറി താമസിച്ചു. ഇതിന് 1 മാസം മുമ്പ് പണി ഏകദേശം തീർന്നതാണ്. പിന്നെ മഴയൊക്കെ ഇത് വന്നാലും ഞങ്ങൾ ഇച്ചിരി താമസിച്ചും കയറിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും 11 മാസം കൊണ്ട് പണി തീർന്നു. ഇതിന് പണിയൊക്കെ ആരായിരുന്നു ഇതിൻ്റെ വർക്കുകൾ? അതായത് തൊടുപുഴക്കാരനായ ഒരു എഞ്ചിനീയർ അനീഷ് ജോസഫ് പുന്നക്കുഴി, പുള്ളിയുടെ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സാണ്. പുള്ളിയുടെ അഡ്രസ്സ് തൊടുപുഴ ബൈപ്പാസ് റോഡിലാണ്. പുള്ളിയാണ് പുള്ളി പല പാർട്ടായിട്ട് ചെയ്യും, മുഴുവനായിട്ട് ചെയ്യും, താക്കോലായിട്ട് ചെയ്യും. നമുക്ക് താക്കോലായിട്ടാണ് ചെയ്ത് പണി കഴിഞ്ഞ് താക്കോല് തരിക ചെയ്ത്. ഉദ്ദേശ എമൗണ്ട് എത്രയായി കാണുമായിരിക്കും? ഉദ്ദേശ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക് ഇതിലായിട്ട് കൂട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. അതൊക്കെ ഇനി സാവകാശം ഇരുന്നൊക്കെ വേണം നോക്കാൻ. ഓ ശരി. അപ്പം ഇന്ന് എൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. ഇന്ന് അതിൻ്റെ രാവിലെ 11:30 കൃത്യം 11:30 തന്നെ നടന്നു ഇരിപ്പായിരുന്നു. അതിന് ശേഷം ഇപ്പോഴും ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ക്രിസ്തുരാജപള്ളിയുടെ പാരിഷ് ഹാളിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ വന്നും പോയിരിക്കുന്നു. അപ്പം ഇതുപോലെ നല്ലൊരു വീട് പണിതതിന് സാറിന് എൻ്റെ എല്ലാ ആശംസകളും ജോട്ടേക്ക് ജോൺസൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് കയറ്റത്തിൻ്റെ ഫംഗ്ഷൻ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നമ്മൾ വീട് പരിചയപ്പെട്ട് നമ്മുടെ വീടിൻ്റെ സാറ് ഇതാണ്. അതിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്, അകത്ത് തിരക്കിലാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബെഞ്ചിരിപ്പ് കർമ്മങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ തീരുവാണ്. അപ്പോൾ ഏറ്റവും അവസാനം തിരക്കായതുകൊണ്ട് ഏറ്റവും അവസാനമാണ് നമ്മളിപ്പം സാറുമായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീട്, നമ്മൾ ലേറ്റസ്റ്റ് വീടാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ വരികയും പോവുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്. ഓക്കെ.